ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇന്ന് സെക്കൻഡ് പാർട്ടാണ്. ഇന്ന് ഫിസിക്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആയിട്ടുള്ള ബെർണോളിസ് ഇക്വേഷൻ എങ്ങനെ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ നോക്കാം. ബെർണോളിസ് ഇക്വേഷൻ. ഒരു ബെർണോളിസ് ഇക്വേഷൻ പഠിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ഫിഗർ ആണ്. ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഒരു പൈപ്പിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു ഫിഗർ. എല്ലാവർക്കും അത് ഓർമ്മ കാണും. ഞാനത് വരച്ച് പറഞ്ഞു തരാം. സോ ഇതൊരു പൈപ്പാണ്. ഈ പൈപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ സൈഡിൽ നമുക്ക് A1 എന്ന് കൊടുക്കാം, ഈ സൈഡിലെ ഏരിയ A2 എന്ന് കൊടുക്കാം. ഇതിനകത്ത് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫിൽഡ് ആണ്. ഇത് ഗ്രൗണ്ടിൽ നിന്ന് ഹൈറ്റ് H1 ഈ സൈഡ് ഹൈറ്റ് H2 പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടി ഒരു ഫ്ലൂയിഡ് ഓഫ് ഡെൽറ്റ എം മാസ് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ സൈഡിലുള്ള പ്രഷർ P1, ഇവിടെ മൂവ് ചെയ്തുള്ള വെലോസിറ്റി V1 വെലോസിറ്റി. ഇതേപോലെ ഒരു സെയിം മാസ് ഇപ്പുറത്ത് മൂവ് ചെയ്യുമല്ലോ, കാരണം ഇവിടുന്ന് കുറച്ച് ഫ്ലൂയിഡ് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഫ്ലൂയിഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഈ സൈഡ് അതേപോലെ ഒരു മാസ് ഓഫ് ഫ്ലൂയിഡ് മൂവ് ചെയ്ത് കാണും വിത്ത് പ്രഷർ P2, വെലോസിറ്റി V2 മൂവ് ചെയ്ത് കാണും. അപ്പോ നമ്മളിവിടെ ഡെറിവേഷൻ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്നാണ് അല്ലെ. അപ്പൊ മനസ്സിൽ ആദ്യമേ കൊണ്ടുവരിക വർക്ക് എനർജി തിയറം. അതായത് വർക്ക് ഡൺ എനർജിക്ക് ഈക്വൽ ആണ്. എത്ര ടൈപ്പ് എനർജി ഉണ്ട്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. സോ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ചേർന്ന് കഴിഞ്ഞാൽ ടോട്ടൽ എനർജിയാണ്. ഈ ടോട്ടൽ എനർജി ഏതിന് ഈക്വൽ ആയിരിക്കും? വർക്ക് ഡണ്ണിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഈസി അല്ലേ? എല്ലാവർക്കും ഇത് അറിയാലോ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ചേഞ്ച് ഇൻ വർക്ക് ഡൺ? ഈസി അല്ലേ? ചേഞ്ച് ഇൻ വർക്ക് ഡൺ അപ്പൊ എന്തിന് ഈക്വൽ ആയിരിക്കും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമേ കൊണ്ടുവന്നാൽ ഈ ഡെറിവേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്കിവിടെ 3 ആൾക്കാരെയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഒന്ന് ചേഞ്ച് ഇൻ വർക്ക് ഡൺ, ഒന്ന് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അടുത്തത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. കണ്ടെത്താം നമുക്ക്. ആദ്യത്തത് ചേഞ്ച് ഇൻ വർക്ക് ഡൺ. ചേഞ്ച് ഇൻ വർക്ക് ഡൺ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ പ്രഷറിന്റെ ഡിഫറൻസ് നമുക്ക് എടുക്കാം. P1 മൈനസ് P2 ഇന്റെ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ V എന്ന് എടുക്കുക. അപ്പോ P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ V. അപ്പൊ ചേഞ്ച് ഇൻ വർക്ക് ഡൺ കിട്ടി. കാരണം ഇവിടുത്തെ പ്രഷർ P1 ആണ്, ഇവിടുത്തെ പ്രഷർ P2 ആണ്. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് P1 മൈനസ് P2 ആയിരിക്കും. ഇനി രണ്ടാമത്തത് എങ്ങനെ കണ്ടെത്തും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എന്താണ് കൈനറ്റിക് എനർജി കാണുന്ന ഫോർമുല? ഹാഫ് mv². സോ സ്വാഭാവികമായിട്ടും ഇവിടെ ചേഞ്ച് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ചേഞ്ച് കണ്ടെത്തുമ്പോൾ ഇവിടെ എന്തായാലും ഹാഫിന് വ്യത്യാസം വരില്ല. മാസ് ഞാൻ ആദ്യമേ പറഞ്ഞു, ചേഞ്ച് ചെയ്യുന്ന മാസ് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുന്ന മാസ് സെയിം ആണ് എന്നുള്ളത്. അപ്പൊ അതിന് വ്യത്യാസം വരില്ല. പിന്നെ എന്തിനായിരിക്കും വ്യത്യാസം? വെലോസിറ്റിക്ക് ആയിരിക്കും വ്യത്യാസം. അപ്പൊ അങ്ങനെയെങ്കിൽ ചേഞ്ച് ആർക്ക് മാത്രം കൊടുത്താൽ മതി? വെലോസിറ്റിക്ക് മാത്രം കൊടുത്താൽ മതി. ഇവിടത്തെ വെലോസിറ്റി V1 അല്ലേ, ഇവിടത്തെ വെലോസിറ്റി V2 അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചേഞ്ച് എങ്ങനെ വിളിക്കും? V2 മൈനസ് V1 എന്ന് കൊടുക്കും. സോ നമുക്ക് എഴുതാം ഹാഫ് ഇൻറ്റു m ഇൻറ്റു V2 മൈനസ് V1 ദ ഹോൾ സ്ക്വയർ. ഹാഫ് mv² എന്നാ. അപ്പൊ ചേഞ്ച് കൊടുക്കുമ്പോൾ V2 മൈനസ് V1 ദി ഹോൾ സ്ക്വയർ എന്ന് വേണം കൊടുക്കാൻ. ഇനി മൂന്നാമത്തെ ആള്, അതായത് പൊട്ടൻഷ്യൽ എനർജി. എങ്ങനെയാണ് ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് കണ്ടെത്തുക? പൊട്ടൻഷ്യൽ എനർജി കാണുന്ന സാധാരണ ഫോർമുല എന്താണ്? മറന്നിട്ടില്ലല്ലോ, mgh. അത് എമ്മിനും ജിക്കും മാറ്റമില്ല. അപ്പൊ പിന്നെ മാറ്റം വരുന്നത് ഹെച്ചിന് മാത്രം. h ഇവിടെ H1 ആണ്, ഈ സൈഡിൽ H2. അപ്പൊ ചേഞ്ച് എങ്ങനെ കണ്ടെത്തും? H2 മൈനസ് H1. അപ്പൊ H2 മൈനസ് H1 ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. സോ mgh2 മൈനസ് H1. എളുപ്പമല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഇരിക്കുകയല്ലേ, അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ ഡെൽറ്റ ഡബ്ല്യുവിന്റെ ഭാഗത്ത് എന്തെന്ന് കൊടുക്കും? P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ V ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിന്റെ സ്ഥാനത്ത് എന്തെന്ന് കൊടുക്കും? ഹാഫ് m ഇൻറ്റു V2 മൈനസ് V1 ദി ഹോൾ സ്ക്വയർ. എന്നിട്ട് എന്താ സൈൻ? പ്ലസ് ഡെൽറ്റ പൊട്ടൻഷ്യൽ എനർജി എത്ര വരും? mg ഇൻറ്റു H2 മൈനസ് H1. ഈസി അല്ലേ? അപ്പോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ബ്രാക്കറ്റ്സ് കിടപ്പുണ്ടല്ലോ. അപ്പൊ ബ്രാക്കറ്റ്സ് എല്ലാം കൂടി മാറ്റി നമ്മൾ അതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. സോ P1 ഇൻറ്റു ഡെൽറ്റ V എന്ന് പറയുന്നത് P1 ഡെൽറ്റ V, then മൈനസ് P2 ഡെൽറ്റ V
is equal to half into m into v2 square minus half into m into v1 square plus mg h2 minus mg h1. ഈസി അല്ലേ? അടുത്ത സ്റ്റെപ്പില് ഇതിൽ കുറെ 1 ടേംസ് കിടപ്പുണ്ട്, ഒപ്പം 2 ടേംസും കിടപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, 1 ടേംസ് എല്ലാം ഒരു സൈഡിലും 2 ടേംസ് എല്ലാം ഓപ്പോസിറ്റ് സൈഡിലും കൊണ്ടുവരാം. ഓക്കെ, 1 ടേംസ് ഒരു സൈഡിലും 2 ടേംസ് മറ്റേ സൈഡിലും. അപ്പൊ അങ്ങനെ വരുമ്പോ P1 ഡെൽറ്റ വി, ഇത് മൈനസ് ഹാഫ് എം വി വൺ അല്ലേ, 1 ടേം അല്ലേ അത്. അപ്പൊ ആ 1 ടേമിനെ ഇപ്പുറത്തോട്ട് വരുമ്പോ മൈനസ്, ഇപ്പുറത്ത് വരുമ്പോ പ്ലസ്. അപ്പൊ പ്ലസ് ഹാഫ് എം v1 സ്ക്വയർ. ഇനി ഏതാ 1 ടേം ഉള്ളത്? mgh1 അവിടെ മൈനസ് ടേം അല്ലേ, ഇപ്പുറത്ത് വരുമ്പോ പ്ലസ് ടേം. സോ പ്ലസ് mgh1 ഇസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ടേംസ് 2 ടേംസ് എല്ലാം അപ്പുറത്തേക്ക് പോകും. അപ്പൊ മൈനസ് P2 v ഡെൽറ്റ വി അപ്പുറത്ത് പോകുമ്പോ P2 ഡെൽറ്റ വി പ്ലസ് ടേം ആയിട്ട് അത് മാറി. പിന്നെ റിമൈനിങ് ആയിട്ടുള്ളത് പ്ലസ് ഹാഫ് എം v2 സ്ക്വയർ എന്ന് വരും. ദെൻ റിമൈനിങ് ഉള്ളത് mgh2 എന്ന് വരും. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇതിനകത്ത് എമ്മിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, മാസിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ഡെൻസിറ്റി കാണുന്ന ഫോർമുല. എന്താ ഡെൻസിറ്റി കാണുന്ന ഫോർമുല? ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഡെൽറ്റ വി എന്നല്ലേ. അപ്പൊ മാസിനല്ലേ ഇക്വേഷൻ വേണ്ടത്? ആരെയാണോ കണ്ടെത്തേണ്ടത് അയാളെ ഒറ്റയ്ക്കാക്കുക എന്നതാണ്. അപ്പൊ മാസിനെ ഒറ്റയ്ക്കാക്കുമ്പോൾ ഡെൽറ്റ വി അപ്പുറത്ത് കൊണ്ടുപോയാൽ പോലെ. സോ ഡെൻസിറ്റി ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു മാസ് എന്ന് കിട്ടി. ഇവിടെ എവിടെയൊക്കെ മാസിന്റെ ടേംസ് ഉണ്ടോ അവിടെയൊക്കെ റോ ഇൻറ്റു ഡെൽറ്റ വി എന്ന് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? P1 ഡെൽറ്റ വി പ്ലസ് എം ഇതാവുന്നു. അപ്പൊ എമ്മിന് പകരം എന്ത് കൊടുക്കണം? റോ ഡെൽറ്റ വി. അപ്പൊ ഹാഫ് റോ ഡെൽറ്റ വി v1 സ്ക്വയർ പ്ലസ് വീണ്ടും വന്നു എം, അപ്പൊ റോ ഡെൽറ്റ വി. അപ്പൊ റോ ഡെൽറ്റ വി gh1 ഇസ് ഈക്വൽ ടു, അടുത്ത അപ്പർ സൈഡിൽ ഇതേപോലെ. സോ P2 ഡെൽറ്റ വി പ്ലസ് ഹാഫ് ഇൻറ്റു എമ്മിന് പകരം റോ ഡെൽറ്റ വി, ദെൻ v2 സ്ക്വയർ പ്ലസ് എമ്മിന് പകരം റോ ഡെൽറ്റ വി gh2 എന്ന് വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് നോക്കിക്കേ, ആ ഇക്വേഷന്റെ 2 സൈഡിലും ഡെൽറ്റ വി എന്നൊരു ടേം കോമൺ ആയിട്ട് കിടപ്പില്ലേ? കോമൺ ആയിട്ട് കിടന്നാൽ കട്ട് ചെയ്ത് കളയേ. അപ്പൊ ഡെൽറ്റ വി എല്ലാം ക്യാൻസൽ ആയി. വാട്ട് ഈസ് റിമൈനിങ്? നമുക്ക് കാര്യം ചെയ്യാം, അത് മുകളിലേക്ക് എഴുതാം. റിമൈൻ ചെയ്യുന്നത് P1 then ഡെൽറ്റ വി പോയി, ബാലൻസ് ഹാഫ് റോ v1 സ്ക്വയർ പ്ലസ് റോ gh1 is equal to എന്താ? P2 പ്ലസ് ഹാഫ് റോ v2 സ്ക്വയർ പ്ലസ് റോ gh2. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ P1 v1 is equal to P2 v2 ആണെങ്കിൽ P into V is a constant. Similarly, ഇവിടെ 1 ടേംസ് എല്ലാം ഒരു സൈഡിലല്ലേ വന്നിരിക്കുന്നത്, 2 ടേംസ് എല്ലാം മറ്റേ സൈഡിലല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ, നമ്മൾ ആ 1 2 എന്നുള്ളത് കളഞ്ഞു, പ്ലസ് റോ GH is equal to എന്തെന്ന് വരും? 1 ഉം 2 ഉം ഈക്വൽ ആണെങ്കിൽ എന്തെന്ന് വരും? is a constant. ഇതാണ് ബെർണൗളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ഡിറൈവ് ചെയ്തെടുത്തൂടെ? ആകെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഡെൽറ്റ W is equal to ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഈസി ആയിട്ട് ഡിറൈവ് ചെയ്തെടുക്കാം. സോ ബെർണൗളിസ് ഇക്വേഷൻ ഒരു ബാലികേറ മലയൊന്നുമല്ല, ഏത് കുട്ടിക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ടെക്നിക്കിൽ പഠിച്ചു പോയാൽ മതി, തെറ്റാതെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കും. ഈ ഇക്വേഷൻ വെച്ചിട്ട് ബെർണൗളിസ് ഇക്വേഷൻ ഡിഫൈൻ ചെയ്യാൻ കൂടി നമുക്ക് പറയാം. നോക്കൂ, ഇത് ഹാഫ് എം വി സ്ക്വയർ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞേ. mgh ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞേ. അപ്പൊ ഇവിടെ എമ്മിന് പകരം അവിടെ റോ ഡെൻസിറ്റി കയറി വന്നേ ഉള്ളൂ. ഡെൻസിറ്റി എങ്ങനെയാ വന്നത്? മാസ് ബൈ വോളിയം ചെയ്യുമ്പോഴല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇതിനെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞൂടെ?
ഇതിനെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞൂടെ? അപ്പൊ ഇത് രണ്ടും എനർജി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പി എന്ന് പറയുന്നതും ഒരു എനർജി ടേം ആയിരിക്കൂലേ? ആയിരിക്കൂലേ? അങ്ങനെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കൂ. കാരണം ഒരുപോലെയുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് ആഡ് അപ്പ് ചെയ്യാൻ പറ്റൂ. ചക്കയും കൂടി കൂട്ടാം, ചക്കയും മാങ്ങയും കൂടി കൂട്ടാൻ സാധിക്കില്ല. അപ്പൊ രണ്ട് ഡിഫറെന്റ് ടേംസ് ഒരിക്കലും കൂട്ടാൻ സാധിക്കില്ല. അപ്പൊ ഇത് രണ്ടും എനർജി ടേംസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യം കിടക്കുന്ന അതും എനർജി തന്നെ ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ എനർജി. അപ്പൊ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ ഇങ്ങനെ പറയാം: പ്രഷർ എനർജി പ്ലസ് kinetic energy per unit volume, potential energy per unit volume is a constant. So Bernoulli's equation says that the sum of pressure energy, kinetic energy per unit volume and potential energy per unit volume is a constant. ഇത്രയേ ഉള്ളൂ ബെർണോളിസ് ഇക്വേഷൻ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാം ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, കൂടെ ഉണ്ടാവും.